ഹലോ, ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. തട്ടുന്തവിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ക്രാഫ്റ്റ് വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ പോട്ടിംഗ് വീഡിയോ എന്ന് പറയാം. അതും അല്ലെങ്കിൽ നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് റീയൂസ് ചെയ്യുന്ന വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. വേസ്റ്റ് മാനേജ്മെൻറ്റ് ആണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അല്ലേ. അപ്പോൾ അതിൽ കിച്ചൺ വേസ്റ്റ് അല്ലെങ്കിൽ കിച്ചൺ സ്ക്രാപ്പ് എങ്ങനെ റീയൂസ് ചെയ്യാമെന്ന് ഞാനൊരു വളത്തിൻ്റെ റെസിപ്പിയിലൂടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതെനിക്ക് നല്ല റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ വീഡിയോയ്ക്ക്. അതുപോലെ തന്നെ നമ്മളിവിടെ ചെറിയ ചെറിയ കവറുകൾ, മറ്റ് ചെറിയ ബോട്ടിലുകൾ പ്ലാസ്റ്റിക്കിൻ്റെ, അതൊക്കെ ഇവിടെ ഹരിതകർമ്മസേന എന്ന് പറഞ്ഞിട്ട് പഞ്ചായത്തിൻ്റെ കീഴിൽ അവർ വന്ന് കൊണ്ടുപോകും. നമ്മൾ ചെറിയൊരു ഫീസ് അടയ്ക്കാറുണ്ട്. അപ്പോഴേ ചില അട്രാക്റ്റീവായിട്ടുള്ള ബോട്ടിലുകളോ ജാറുകളോ ഇതുപോലെ വലിയ വലിയ ബോട്ടിലൊക്കെ കാണുമ്പോൾ ഒരു കൗതുകമാണ് അല്ലേ. അത് നമുക്ക് മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് റീയൂസ് ചെയ്യാൻ ഒക്കെ പറ്റും. അപ്പോൾ അത് പരമാവധി നമ്മൾ അവരുടെ കയ്യിൽ കൊടുത്തു വിടില്ല കേട്ടോ. അപ്പോഴേ ബാലു യൂട്യൂബിൽ നിന്ന് കണ്ട ഒരു വീഡിയോയിൽ ഇൻസ്പയർഡായിട്ട് എനിക്ക് ഒരു ചെടിച്ചട്ടി ഉണ്ടാക്കി തരാണ് കേട്ടോ. അപ്പോൾ 2 വലിയ ബോട്ടിൽ ഇവിടെ ഉണ്ടായിരുന്നു സോഡയുടെ. അപ്പോൾ നമ്മൾ അത് വെച്ചിട്ട് ബാലു എനിക്ക് 2 ബോട്ടിൽ ഉണ്ടാക്കി തരാണ് കേട്ടോ. അപ്പോൾ ആ പ്രോസസ്സ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാണ് കേട്ടോ. നമുക്ക് ഇതുപോലെ വലിയ ബോട്ടിലാണ് നല്ലത് കേട്ടോ. അതായത് ഈ ബോട്ടിൽ ഇങ്ങനെ നമ്മൾ കുത്തി വെക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും അടിവശം ഇങ്ങനെ മുഴ പോലെയായിട്ട് ഉണ്ടാവുമല്ലോ, അങ്ങനത്തതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വലിയ ബോട്ടിലിൻ്റെ സെൻറ്ററിലെ ഒരു പോർഷൻ നമുക്ക് വേണ്ട കേട്ടോ. നമുക്ക് അറ്റത്തു നിന്നുള്ള 2 പോർഷൻ മാത്രമേ വേണ്ടൂ. അപ്പോൾ ആവശ്യമില്ലാത്ത പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ബാലു ചെയ്യുന്നത് ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് ആ കത്തിരി കൊണ്ട് തന്നെ ഒന്ന് ലെവലാക്കി കൊടുക്കാം കേട്ടോ. ഇതാ കണ്ടോ, ഈ ഒരു പോർഷനിലാണ് നമ്മൾ മണ്ണ് നിറച്ചിട്ട് ചെടി നടാൻ പോണത് കേട്ടോ. ഇതുപോലെ തന്നെ നമുക്ക് അടിവശവും കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതിൻ്റെ അടിയിലെ പോർഷനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് രണ്ടും നന്നായിട്ട് ഒന്ന് ഈ കത്രിക വെച്ചിട്ട് തന്നെ ലെവൽ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ മൂടി ഭാഗം ഉണ്ടല്ലോ അത് അഴിച്ചെടുക്കാം കേട്ടോ. അത് അഴിച്ചെടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കാൻ പോണ ചെടിച്ചട്ടി ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇപ്പോൾ ബാലു കാണിച്ചു തരുന്ന പോലെ ഇതുപോലെ ഇരിക്കും കേട്ടോ. ഇനി നമുക്ക് മറ്റേ ബോട്ടിലും ഇതേ ഒരു അവസ്ഥയിലേക്ക് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ബോട്ടിലും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, ലെവലാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ ഈ അടിവശം ഉണ്ടല്ലോ, അടിവശത്തിൻ്റെ ആ സെൻറ്ററിൽ നമ്മൾ അതാത് ബോട്ടിലുകളുടെ വായ്ഭാഗം കയറാവുന്ന രീതിയിലുള്ള ഒരു ഹോൾ ഉണ്ടാക്കണം. അതാണ് ബാലു ഇവിടെ അടയാളപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു അടയാളം ഉണ്ടാക്കിയതിന് ശേഷം, അതായത് ആ ബോട്ടിലിൻ്റെ മൂടി വെച്ചിട്ട് അളവെടുത്തിട്ട് അടയാളം ഉണ്ടാക്കിയതിന് ശേഷം അവിടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. യൂട്യൂബിലെ വീഡിയോയിൽ ഇത് സിമ്പിളാണ് കേട്ടോ. കാരണം അവർ ഗ്യാസ് കട്ടറ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. നമ്മളിവിടെ മൂർച്ചയില്ലാത്ത, കാരണം അത് ഒരു ഇൻട്രസ്റ്റ് തോന്നിയപ്പോൾ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ അടുത്തില്ലല്ലോ. അപ്പോൾ അത് കട്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ഒരു ഹെൽപ്പ് ഉണ്ട് കേട്ടോ തേടിയത് ബാലു. അതായത് സ്റ്റൗമ്മ നമ്മുടെ ഒരു പഴയ മുനയുള്ള കത്തി ചൂടാക്കിയിട്ട് അതിങ്ങനെ കട്ട് ചെയ്തെടുക്കണം, കുത്തിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയിട്ട് കട്ട് ചെയ്യാൻ ശ്രമിച്ച ഭാഗം കട്ടായി വന്നിട്ടുണ്ട്. ഇതാ കണ്ടോ ഒരു ഹോള്. ഈ ഹോളിലേക്കാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത ആ ഫ്രണ്ടിലെ പോർഷൻ ഉണ്ടല്ലോ, വായ്ഭാഗം, ഇതിലേക്കാണ് നമ്മൾ താഴ്ത്തി വയ്ക്കുക. അതാ ഇതുപോലെ കേട്ടോ. അതുപോലെ അങ്ങനെ വായ്ഭാഗം താഴ്ത്തി വയ്ക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മൂടി ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് താഴ്ത്തി വയ്ക്കുക. അപ്പോൾ മൂടി വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ, ചെടി നട്ട് വെള്ളം ഒഴിക്കുമ്പോൾ അടിയിലേക്ക് വെള്ളം പോകണമല്ലോ. അപ്പോൾ ആ മൂടികളിലും നമ്മൾ ഹോൾ ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഈ ഒരു കത്തി ചൂടാക്കിയിട്ട് തന്നെ ഹോൾ ഉണ്ടാക്കാം. അതുപോലെ മറ്റേ ബോട്ടിലിൻ്റെ അടിവശം നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. പിന്നെ പ്രത്യേകിച്ച് ഒരു കാര്യം കേട്ടോ, വാണിംഗ് ആയിട്ട് തന്നെ കൂട്ടിക്കോളൂ. തീക്കളിയാണ്, വളരെ സൂക്ഷിക്കുക. കുട്ടികളൊന്നും എൻ്റെ വീഡിയോ അനുകരിക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ മൂടികൾക്കൊക്കെ ഹോളിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കിടക്കാം കേട്ടോ.
അപ്പോൾ ഇതാ നമ്മൾ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഇതാ ബാലു കാണിക്കണ പോലെ നമ്മൾ ആ ഹോൾ ഉണ്ടാക്കിയതിലേക്ക് ആ ബോട്ടിലിൻ്റെ വായ്ഭാഗം കയറ്റി വെക്കുക. എന്നിട്ട് അതാത് ബോട്ടിലുകളുടെ മൂടി സ്ക്രൂ ചെയ്ത് കൊടുക്കുക, ഫിറ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ സാധാരണ പോലെ ഒരു എന്താ പറയുക ചെടിച്ചട്ടി പോലെ ഇങ്ങനെ വെക്കാം കേട്ടോ. അപ്പോൾ 2 ബോട്ടിലും അങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ അതിൻ്റെ മൂടി ഫിറ്റ് ചെയ്തതിന് ശേഷം എന്താ കണ്ടോ ഇങ്ങനെ ഈ മൂടിയുള്ള ഭാഗം അടിവശത്തേക്ക് വരാം. അപ്പോൾ നമ്മൾ ഇതിൽ ചെടി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നനയ്ക്കുമ്പോൾ ആ മൂടി കൂടെ അടിയിലേക്ക് വെള്ളം പൊക്കോളൂ കേട്ടോ. അപ്പോൾ അതുപോലെ നമുക്ക് മറ്റേ പച്ച ബോട്ടിലും ഇങ്ങനെ ആക്കിയെടുക്കാം. അപ്പോൾ ഇതാ 2 വേസ്റ്റ് ആയിട്ടുള്ള കുപ്പികളെ നമ്മൾ റീയൂസ് ചെയ്തിട്ട് ചട്ടിയാക്കി എടുത്തിട്ടുണ്ട്, ചെടി ചട്ടിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെങ്ങനെയാണ് ചെടി സെറ്റ് ചെയ്യണമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചകിരി ഉണ്ടല്ലോ, നമ്മൾ തേങ്ങ പൊതിച്ചതിൻ്റെ ആ ചകിരി ഇതുപോലെ കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം അത് കുറച്ച് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണതേ നമ്മുടെ ഇവിടെ ഒരു തെങ്ങ് മുറിച്ചത് കിടക്കുന്നുണ്ടേ. അപ്പോൾ അത് കിടന്ന് ദ്രവിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ആ തെങ്ങിൻ്റെ എന്താ പറയുക ചോറ് എന്നല്ല പറയുക, ചകിരിയുടെ ഭാഗമൊക്കെ ഇങ്ങനെ ഞാര് ഭാഗമൊക്കെ അതൊക്കെ ദ്രവിച്ച് മണ്ണോട് കൂടി ചേർന്നിട്ട് ഒരു പോർഷൻ ഉണ്ട്. അതുപോലെ തെങ്ങിൻ്റെ തരി പോലെ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ അതും കുറച്ച് ഞാൻ എടുത്തിട്ടുണ്ട്, കരിയില പോലെ. അപ്പോൾ അതൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സാധാ മണ്ണ് കേട്ടോ, നമ്മുടെ ഇവിടെ ഉള്ള സാധാ മണ്ണിലും കൂടിയാണ് അതിലേക്ക് ഇട്ട് കൊടുക്കണേ കേട്ടോ. അതും കൂടെ നമ്മുടെ ചട്ടിയിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് സാധാ ഒരു ഇലച്ചെടിയാണ് കേട്ടോ ഇടുന്നത്. 2 ഇലച്ചെടിയാണ് ഞാൻ ബാലുവിന് നടാനായിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ സാധാരണ ഇവിടെ പോട്ടിങ് ചെയ്യാറുള്ളത് കേട്ടോ. ഒരു ചെടി പോലും പിടിക്കാതെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ വേര് പിടിപ്പിച്ചിട്ട് ചെയ്യാറുണ്ട് കേട്ടോ. വേര് നമ്മൾ വെള്ളത്തിൽ ചെടികളെ കുറച്ച് നാൾ ഇട്ട് വന്നിട്ട് വേര് വന്നതിന് ശേഷം ഇതുപോലെ മാറ്റി കുത്താറുണ്ട്. ഇതിപ്പോൾ ഡയറക്റ്റ് നമ്മൾ കുത്താണ്, എന്നിട്ട് പോലും ഒരു ചെടി പോലും മുളയ്ക്കാതെ ഇരുന്നിട്ടില്ല കേട്ടോ. അപ്പോൾ ദാ ഇതുപോലെയുള്ള ഒരു നൈസ് ഇലകളുള്ള ഒരു ചെടിയും പിന്നെ ഈ ഒരു ഇലച്ചെടിയാണ് കേട്ടോ. അപ്പോൾ അത് വെച്ച് കൊടുത്തിട്ട് പതുക്കെ ഒന്ന് നനച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചട്ടി സൂപ്പറായിട്ട് ഇവിടെ ഉണ്ട്, കാണാനും നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതേപോലെ തന്നെ നമുക്ക് പച്ചച്ചട്ടിയും ഫില്ല് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ സൂപ്പർ 2 ചട്ടികൾ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ ഈ ചട്ടികൾക്ക്, അതായത് ഈ ബോട്ടിലുകൾക്ക് നമുക്ക് പെയിൻ്റൊക്കെ കൊടുക്കാം കേട്ടോ. ഞാൻ പെയിൻ്റൊന്നും കൊടുത്തിട്ടില്ല. ഞാൻ ആദ്യം വിചാരിച്ചു ഓപ്പോസിറ്റ് സൈഡ് ഫിറ്റ് ചെയ്യാമെന്ന്, അതായത് വെള്ളയ്ക്ക് പച്ചയുടെ അടിവശം ഫിറ്റ് ചെയ്യുക, പച്ചയ്ക്ക് വെള്ളയുടെ അടിവശം ഫിറ്റ് ചെയ്യാമെന്ന്. പക്ഷേ ഇങ്ങനെയാണ് ഫിറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ കാണാൻ നല്ല ചന്തമുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം അത് ചന്തത്തിൽ കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നനച്ച് കൊടുക്കുക. പിന്നെ എന്താ പറയുക, ഇനിയിപ്പോൾ ചെടി ചട്ടി വലുതാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ഇത്തിരിയും കൂടെ കന്നത്തിൽ വരുന്ന ചെടികൾ വെച്ച് കൊടുക്കാം കേട്ടോ. ബ്രദറിൻ്റെ വീട്ടിലെ പട്ടിക്കുട്ടിയാണ് കേട്ടോ ആ ബാലുവിൻ്റെ ചുറ്റും ഇങ്ങനെ വരുന്നത്. അവനിത് എന്താ ചെയ്യണേന്ന് മനസ്സിലായിട്ടില്ലേ. അപ്പോൾ അവന് ആ കുപ്പിയുടെ ഒക്കെ ഒരു നിറം കണ്ടപ്പോൾ അടുക്കാനും ഒരു പേടിയുണ്ട്. അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബാലുവിൻ്റെ ചുറ്റും നടന്നിട്ട്. ഒറോ ബേബിയാണ് കേട്ടോ, ഒറോ എന്നാണ് അവൻ്റെ പേര്. അപ്പോഴേ ബാലു ആ ചട്ടി ഇങ്ങനെ പൊക്കി പിടിക്കുമ്പോൾ അടിയിൽ കൂടെ വെള്ളം വരുന്നത് കാണാം കേട്ടോ. അത് നമ്മുടെ ആ കുപ്പിയുടെ മൂടിക്ക് ഹോളിട്ട് കൊടുത്തുല്ലോ, അതിൽ കൂടെ വരുന്നതാണ് കേട്ടോ. അപ്പം അങ്ങനെ വെള്ളം കെട്ടിക്കെടുക്കും എന്നുള്ളൊരു പ്രശ്നമില്ല കേട്ടോ. ഇനി നമ്മൾ ആ മൂടി ഇട്ടിട്ടില്ലെങ്കിൽ ആ വെള്ളം മണ്ണും അങ്ങനെ പോവും. അതുകൊണ്ടാണ് മൂടിയും കൂടെ വേണമെന്ന് പറയുന്നത് കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെച്ചതാണ് കേട്ടോ. ഇനി നമ്മൾ ഈ ചെടിച്ചട്ടികളെ അവരവരുടെ പൊസിഷനിലേക്ക് കൊണ്ടുവന്ന് വയ്ക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചെടികളും ഇവിടെ സുഖമായിരിക്കുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിശ്വസിച്ചോട്ടെ. ഇതിൻ്റെ ക്രെഡിറ്റ് ബാലുവിന് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനിയും കാണാം അടുത്ത വീഡിയോകളിലൂടെ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ അതുവരേക്കും നന്ദി, നമസ്കാരം.